വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കുറച്ച് നേരത്തെയാണ്. ഇപ്പോൾ 8:30 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ കഴിയുന്നതും വേഗം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ മൺഡേ ടാസ്ക് വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് പെരുന്നാളാണെന്നുള്ള കാര്യം. കുഞ്ഞിന് സ്കൂളില്ല എന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ട്രാക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ടല്ലോ ചേച്ചി എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുന്ന കുറച്ച് ടിപ്സ് ഞാൻ തരാൻ വേണ്ടി നോക്കാം. കുറേ പേരെന്തായാലും നമ്മുടെ ഡയറ്റിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നാളെ, അതായത് ട്യൂസ്ഡേ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കും അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഇന്ന് നിങ്ങൾ എന്താ പറയുക ട്രാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് നാളത്തെ ടാസ്കിലൂടെ സാധിക്കും. അപ്പോൾ കഴിയുന്നതും നിങ്ങളുടെ ലഞ്ചിന് മുന്നേ ആയിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക ഹെവി ആയിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. കുറച്ച് അധികം സാലഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പോർഷൻ റൈസും ചിക്കനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 to 7 ടേബിൾ സ്പൂൺ റൈസ് നിങ്ങൾക്ക് എടുക്കാം. ഒരു 100 to 150 ഗ്രാം ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ പ്ലേറ്റിന്റെ പകുതി ഭാഗത്തോളം നിങ്ങൾ സാലഡ്, അതായത് നമ്മൾ എന്താ പറയുക കേട് കൂട്ടിയിട്ടുള്ള സാലഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നിങ്ങൾ ഫിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു രീതിയിൽ കഴിയുന്നത് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ കഴിയുന്നത് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ആ രീതിയിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കഴിയുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും അത് കറക്റ്റ് പോർഷനിൽ, നമ്മൾ ഇത്ര ദിവസം പോർഷനൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ അതുപോലെ പോർഷൻ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ആഹാരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. അതിപ്പം ജങ്ക് ഫുഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കഴിക്കാം, പോർഷൻ നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെയും പോർഷൻ നിങ്ങൾ നോക്കുക. ഇപ്പോൾ 1, 2, 3 ഒക്കെ എടുത്ത് കഴിക്കുന്നതിന് പകരം ഒരെണ്ണത്തിൽ നിങ്ങൾ ഒതുക്കാൻ വേണ്ടി നോക്കുക. ഇനി അഥവാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ വിട്ടുപോയി, പിന്നെ ഒരുപാട് ഫുഡ് എടുത്തു പോയി, ഒരുപാട് കലോറി ഇൻടേക്ക് ചെയ്തു പോയി എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം നാളത്തെ ടാസ്ക് അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇനി ഞാൻ നാളത്തെ ടാസ്ക് ആണ് പറയുന്നത്. ഈ ടാസ്ക് എല്ലാവർക്കും ബാധകമാണ്. ബലിപെരുന്നാൾ ആഘോഷിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ ബാധകമായിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡയറ്റിൽ നിന്ന് നമ്മൾ കാർബ് കുറച്ച് കുറയ്ക്കുകയാണ്. അതായത് ലോ കാർബ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അപ്പൊ നാളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, മൈദ അങ്ങനത്തെ ജങ്ക് ഫുഡുകളൊക്കെ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ റൈസും കൂടെ നാളെ അവോയ്ഡ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ രാവിലെ പുട്ട് കഴിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നവരുണ്ടാവും, അത് അവോയ്ഡ് ചെയ്യുക. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാവുന്ന ഓപ്ഷൻസ്, റൈസിന് പകരം നിങ്ങൾക്ക് ചാമ റൈസ് അല്ലെങ്കിൽ എന്താ പറയുക റാഗി അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ വീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് പോർഷനിൽ തന്നെ. ഉച്ചയ്ക്ക് നിങ്ങൾ ഗോതമ്പ് ദോശയാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 എണ്ണം മാത്രം, അതിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോഹ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓട്സിന്റെ പോറിഞ്ച്, ഓട്സിന്റെ ഉപ്മാവ്, റാഗിയുടെ ഉപ്മാവ് നിങ്ങൾക്ക് കഴിക്കാം. ഓട്സ് ദോശ, ഓട്സ് ഇഡ്ഡലി, റാഗി ദോശ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഓട്സ് എഗ് ഓംലെറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന ഐറ്റംസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന സാധനമാണ്. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി ദോശ എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ എടുക്കാം, അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റിന്റെ ഉപ്മാവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചാമ റൈസ് നിങ്ങൾക്ക് എടുക്കാം. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് കറിയും അതുപോലെ തന്നെ സാലഡും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. സാലഡ് നാളത്തെ ദിവസം ഉച്ചയ്ക്കത്തെ മീലിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. സാലഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാലഡ് വെള്ളരിയില്ലേ, അത് ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കേടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡാക്കി കഴിക്കാം. അല്ലെങ്കിൽ വെറും പച്ചക്കറികൾ മാത്രം വെച്ചിട്ടുള്ള സാലഡ് ആണെങ്കിൽ അങ്ങനെയും കഴിക്കാം. മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിയുന്നതും നിങ്ങൾ ബട്ടർ മിൽക്ക് എടുക്കാൻ വേണ്ടി നോക്കുക നാളത്തെ ഒരു ദിവസം. അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം. ഇനി ഇതൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ കുടിച്ചു കഴിഞ്ഞാലും ഓക്കെയാണ്. വൈകുന്നേരത്തെ ടൈമിൽ നിങ്ങൾ കഴിയുന്നതും ഈ പാൽ ഒഴിച്ചിട്ടുള്ള ടീ, കോഫി നാളത്തെ ദിവസം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷെ നിങ്ങൾക്ക് കട്ടൻ കാപ്പിയും അതുപോലെ തന്നെ കട്ടൻ ചായയും ലെമൺ ടീ, ജിഞ്ചർ ടീ, ഹെർബൽ ടീസ് അങ്ങനത്തെ ഒക്കെ കഴിക്കാവുന്നതാണ്. നാളത്തെ ഒരു ദിവസം കഴിയുന്നത് നിങ്ങൾ മിൽക്കും കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നൈറ്റിലത്തെ ഫുഡായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിലും സ്മൂത്തീസ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പ് ഐറ്റംസ് എടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ കഴിയുന്നതും നാളത്തെ ഒരു ദിവസം നിങ്ങൾ ചോറ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചോറ്, അതായത് റൈസ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾ കോംപ്ലക്സ് കാർബ്, അതായത് നിങ്ങൾ റാഗി, ചാമ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അഥവാ മൺഡേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ പിറ്റേന്ന് നിങ്ങൾ ഡീറ്റോക്സ് ചെയ്യുന്നതിലൂടെ ഈ ഒരൊറ്റ ദിവസത്തെ കാര്യം നമുക്ക് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്യൂസ്ഡേയിലത്തെ ടാസ്ക്. അപ്പൊ നാളത്തെ ഒരു ദിവസം കഴിയുന്നതോടെ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മൈൻഡിലും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടി എനിക്ക് അറിയാനുണ്ട്, ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു ചാലഞ്ച് ഇത്രയും ദിവസം ഫിനിഷ് ചെയ്തവർ ആരൊക്കെ ഉണ്ട് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. എനിക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ദിവസം ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കഴിയുന്നവർ 90% ഇത്ര ദിവസം ഈ ഒരു ടാസ്ക് എത്ര പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ആ കാര്യം നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇനി നാളത്തെ ടാസ്കുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.